ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്വീറ്റ് റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 4 കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ 250 ml കപ്പിൽ 1/2 കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ചൂടുള്ള പാലൊന്നുമല്ല, നോർമൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാൽ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ വീണ്ടും ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇതിലിത്തിരി നെയ്യ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യോ ഓയിലോ എന്ത് വേണേലും ഗ്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു സ്ട്രെയിനറിലൂടെ ഇതൊന്ന് അരിച്ചൊഴിക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഇപ്പം നമ്മൾ മിക്സ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തന്നെ തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഇതിന് സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇനി അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കറക്റ്റ് സ്റ്റീം ആയിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കാം. കണ്ടല്ലോ, ക്ലീനായി വന്നിട്ടുണ്ട്, കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞ ടൈം തന്നെ നോക്കണ്ട, ഒന്ന് കുത്തി നോക്കുക. കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓരോരുത്തരെ ബേക്കിംഗ് ടൈം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. അതുകൊണ്ടാണ് കുത്തി നോക്കിയിട്ട് ക്ലിയറായി വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നീടേക്ക് വെച്ചാൽ നിങ്ങൾ മറന്നു പോകും. ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിവിടെ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി നന്നായി ചൂടാറാനായി വെക്കുക. ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മളെ പുഡിങ് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു തിന്നായിട്ടുള്ള കത്തിയോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ അരികുന്നൊക്കെ 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് വിടുവിച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഡീമോൾഡ് ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്കൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഒരുപാട് ചേരുവകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഇത് അറിയുന്നവരുണ്ടാവാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പോൾ നമുക്കൊരു പാർട്ടി സ്പെഷ്യലായിട്ടും ഉണ്ടാക്കാം. അല്ലാതെ വീട്ടിലൊക്കെ നമുക്ക് അല്ലാത്ത ടൈമിലും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, ഉണ്ടാക്കി കഴിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ നിങ്ങളെ കാണിച്ചിട്ടുള്ളത് മലബാറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇത് പാലുറപ്പിച്ചത് എന്നാണ് ഇതിന് പറയാറ്. വേറെ പല പേരുകളിലും ഇത് അറിയപ്പെടുന്നുണ്ട്. മെയിനായിട്ട് പാലുറപ്പിച്ചത് തന്നെയാണ് പറയാറ്. ഓരോ ഭാഗത്തും ഓരോ രീതിയിലായിരിക്കും പറയാറ്. എന്നാലും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്.
കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം. താങ്ക് യു.